എന്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെടരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമ്മായിയമ്മയാണേലും മരുമകളാണേലും ഭർത്താവാണേലും ഭാര്യയാണേലും ഞാൻ ഉദ്ദേശിച്ച അതല്ല. നമ്മളിപ്പം ഇപ്പം ഒരാൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക. അയാൾക്കൊരു ഇഷ്ടമില്ലാത്ത ഫുഡ്, ചിലപ്പോൾ ചിലർക്ക് ആരാധനാലയങ്ങളിൽ പോകുന്നതിനോട് യോജിപ്പില്ലായിരിക്കും, ചിലർക്ക് പോകുന്നതിനോടായിരിക്കും യോജിപ്പ്. അപ്പോൾ ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും താല്പര്യമില്ലാത്തവർ പോകണ്ട, താല്പര്യമുള്ളവർ പൊക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് അഭിപ്രായം പറയാൻ നിൽക്കരുത്. നീ എന്തുകൊണ്ട് പോകുന്നില്ല, നിനക്ക് പോയാൽ എന്താ? ചില ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഞായറാഴ്ച ദിവസമായി നിനക്ക് അമ്പലത്തിൽ പോയതിൻ്റെ പ്രശ്നം, നിന്റെ ജീവിതം അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി. നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും നമ്മുടെ ജീവിതം. ഞായറാഴ്ച അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകാത്തതിൻ്റെ അല്ല നമ്മുടെ ജീവിതം മോശമായി പോകുന്നത്. മനസ്സ് നല്ലതല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ പോയി കുമ്പിട്ട് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അമിതമായിട്ട് കയറി ആരും ഇടപെടാതിരിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാതിരിക്കുക, അവരുടെ ഇഷ്ടത്തിന് വിടുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ ഒരു വഴക്കാവും. അതിൻ്റെ ആവശ്യമില്ല. ഒരാൾക്ക് അയാളുടേതായ ഇഷ്ടങ്ങളുണ്ട്, ആ ഇഷ്ടങ്ങൾ അനുസരിച്ച് അയാൾ ജീവിച്ചോട്ടെ. പിന്നെ ചില ഏത് ബന്ധത്തിലാണെങ്കിലും ചില തിരുത്തലുകളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. അങ്ങനെ അല്ലാതെ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പോരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്നേഹം ഉണ്ടെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കത്തില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായാലും അതൊരു പ്രശ്നമേ അല്ല.